കാലത്ത് തന്നെ ഗ്യാസും കുറ്റി കഴിഞ്ഞു രണ്ടും. ഒരെണ്ണം ഇന്നലെ കഴിഞ്ഞു അല്ലേ, ഒരെണ്ണം ഇന്നും കഴിഞ്ഞു. അപ്പോൾ അയലക്കത്തുനിന്ന് കിട്ടി. ഗ്യാസും കുറ്റി കഴിഞ്ഞോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. കടയിലേക്ക് പോവാന്നെന്താ അപ്പോൾ തോന്നുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോ ഇന്ന്. എനിക്കൊരു കുടപ്പം പൊട്ടിച്ചു തരുമോ മുത്ത? ഒരെണ്ണം അവിടെ പൊട്ടിച്ചു. ഇന്ന് നമുക്ക് വാഴയിൽ പണിക്ക് ചേട്ടന്മാരുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗ്യം പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്ന കുടപ്പൻ ഉരിഞ്ഞ് അതിൻ്റെ ഉടുപ്പൊക്കെ ഊരി കുടപ്പൻ എന്ന് പറയൂലേ, നമ്മുടെ പിന്നെ കൊപ്പരാന്ന് പറയും കേട്ടോ, വാഴപ്പൂവ് ഒക്കെ പറയും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഒരു ഗ്യാസിൻ്റെ കുറ്റി കഴിഞ്ഞത്. ഇന്ന് കാലത്ത് ഒരു ഗ്യാസിൻ്റെ കുറ്റി കഴിഞ്ഞു. പിന്നെ ഡെൽസി ആൻറ്റി കനിഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അതുമ്പോൾ തുടങ്ങി. പതിവ് പോലെ തന്നെ ഈ മുറ്റമടിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് കേട്ടില്ലെങ്കിൽ എനിക്കൊരു ദിവസം കൂടെ കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നും. കുറച്ച് സ്ഥലമായാലും ആ ബാക്ക് വശമാണിത്, അവിടെ ഒന്ന് അടിച്ചിടാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചു ഈ മുറ്റത്തെ പുല്ലൊക്കെ പോകാനായിട്ട് ഏത് മരുന്നാണ് അടിക്കണതെന്ന് ചോദിച്ചു. നമ്മൾക്ക് വളക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കളനാശിനി മേടിക്കാൻ കിട്ടും, നമുക്ക് അതാണ് അടിക്കാറുള്ളത്. ഞാനല്ല, ഇവിടെ ചേട്ടന്മാരാണ് അടിക്കാറുള്ളത് കേട്ടോ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഓൾറെഡി ഭാഗ്യം ഗ്യാസ് കുറ്റി മാറ്റി വയ്ക്കുന്നതും നമ്മളിവിടെ വൃത്തിയാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു തിരക്കിൽ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. മറ്റേ ഡ്രസ്സ് ഒത്തിരി സ്കിന്നി ആയൊരു ഫീലില്ലേ, അത് കാരണം കൊണ്ടാണ് മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദിവസം നമുക്കിവിടെ തുടങ്ങാം. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടപ്പനും അതുപോലെ തന്നെ പരിപ്പാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് 2 നേരത്തേക്കും കൂടി വെക്കണേ. പുറത്തേക്ക് പോകാനുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഉപ്പേരി നമ്മൾ 2 നേരത്തേക്കായിട്ട് ഷെഡ്യൂൾ ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുടപ്പം അരിഞ്ഞ് നമുക്ക് ചില സമയങ്ങളിൽ ഞാൻ നമ്മുടെ ചോപ്പറല്ല, നമ്മുടെ കായ അരിയുന്ന സാധനമില്ലേ, അതുകൊണ്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത്. ഇത് ഇളയമ്മ, എനിക്ക് തോന്നുന്നു രാഹുൽ വന്നപ്പോഴേ രാഹുലിൻ്റെ അടുത്തേക്ക് രാഹുലിൻ്റെ വൈഫ് പോയി. അപ്പോൾ അന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കായ അരിയാൻ വേണ്ടി കൊണ്ടുപോയതാന്ന് തോന്നുന്നു, നമ്മൾ കായ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് ഇവിടേക്ക് തിരിച്ചെത്തിയിട്ടില്ല സംഭവം. അത് കാരണം ഒന്ന് കൈ കൊണ്ട് അരിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം. അതിൽ കുറച്ച് ഉപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് തിരുമ്പി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ നാളികേരം, അതിൻ്റെ പോലെ തന്നെ നമ്മുടെ നാടൻ നമ്മുടെ കോടാലി പച്ചമുളക്, ഇത് എവിടുന്ന് ശ്രീ കിട്ടുക അതിൻ്റെ വിത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ കടയിലുണ്ട്. കേമ്പ് വഴിയിൽ പോകണ്ടെങ്കിൽ നിങ്ങൾ കേമ്പിൽ ഇറങ്ങിയ ഈ സംഭവം പഴുത്തത് ഉണ്ടാവും കേട്ടോ. വേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടുക. അതിനുശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക. നന്നായിട്ട് വാടി വരണം കേട്ടോ, അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ അതിൻ്റെ വേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ ഈ കൈകൊണ്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കുടപ്പുണ്ടല്ലോ, അതും കൂടി ഒന്ന് സെറ്റാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേവും. അപ്പോൾ നമ്മൾ എനിക്ക് പരിപ്പ് ഇത്രയ്ക്ക് വേവണ്ടായിരുന്നു, ഇത് കയ്യബദ്ധം പറ്റിയതാണ്. ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഒരു വിസിൽ വന്നിട്ടേ അവിടെ അടച്ചു വെച്ചു ആ കുക്കറിൽ. അപ്പോൾ അതങ്ങോട്ട് വെന്ത് അധികമായി നമുക്ക് തന്നെ മണിമണിയായിട്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ അലുവ ഉണ്ടാക്കിയ പോലെയായി. എന്നാലും ചേട്ടന്മാർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ആ പരിപ്പിൻ്റെ ഫ്ലേവറൊക്കെ ആയപ്പോഴേ. ഞാനങ്ങനെ കറികളൊക്കെ വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് ഇത്തിരി കൊളായാലും അവർ പറയും അടിപൊളിയായിട്ട്. ഇത് എൻ്റെ പ്രചോദനം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞിക്ക് ഉള്ളത് റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ഞാൻ തലേദിവസം നമ്മുടെ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് ഇതുപോലെ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ച് വാല വയ്ക്കുകയാണ് ചെയ്യുക, അതായത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. കഞ്ഞിക്കുള്ളത് അതുപോലെ തന്നെ കഞ്ഞിക്കാക്കി വെക്കും കേട്ടോ. പിന്നെ ചെറിയൊരു ചമ്മന്തിയും കൂടി അരയ്ക്കും. എനിക്കെന്തോ ഒരെണ്ണമായി കറിയായിട്ട് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തി അരച്ചു. അത് നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ട ചമ്മന്തി. അങ്ങനെ കാലത്തെ കഞ്ഞിപ്പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ.
കണ്ണെരിഞ്ഞു ഉപ്പാടിളകിയെന്ന് പറയണല്ലോ. എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സവോള ഒട്ടും പറ്റില്ല കേട്ടോ. പിന്നെ വേറെ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ കുടുത കറി വയ്ക്കാൻ പോവാണ്. ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് കുടുത കറി വയ്ക്കുന്നത്. എങ്കിലും ഞാൻ വെറുതെ പറയാതെ പോകുമ്പോൾ അതൊന്ന് പറയായിരുന്നു ശ്രീ, നിനക്ക് എന്തോരം പാടുണ്ട് അതൊന്ന് പറയാന്നുള്ള പരാതി വരും. ഉലുവയും കടുകും നമ്മൾ എണ്ണയിൽ പൊട്ടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുഞ്ഞുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നീ സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചട്ടി പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. പൊതുവേ നമ്മൾ നമ്മുടെ ഈ മൺചട്ടിയൊക്കെ മയക്കി എടുത്തത് ശരിയായില്ലെങ്കിൽ ടപ്പ ടപ്പേന്ന് പറഞ്ഞിട്ട് പൊട്ടും, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പൊട്ടിപ്പോരും. മയക്കി എടുത്തത് സെറ്റായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല സെറ്റായിട്ട് മയക്കി എടുത്ത കാരണം കൊണ്ടാന്ന് തോന്നുന്നു എത്ര നേരം കരിഞ്ഞിട്ട് സംഭവം പൊട്ടിയൊന്നും പോകുന്നില്ല. എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മീൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി സംഭവം കിടുവാണെന്ന്. പിന്നെ നമ്മളതിൽ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കായ നമ്മൾ പൊടിയായിട്ട് ഇടുകയാണെങ്കിൽ ഇപ്പം ഇട്ടാൽ മതി. അതിൽ നമ്മൾ 2 തക്കാളി അടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയുടെ ആ പാത്രം ഒന്ന് വൃത്തിയാവാൻ മീൻസ് മിക്സിയുടെ ജാറൊന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ തന്നെ ആ കുടംപുളി ഒന്ന് ഇട്ടടിച്ചു. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ല രീതിയിൽ ഉണങ്ങാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ കഴിക്കൂ കേട്ടോ. ഇത് നമ്മളങ്ങനെ വീട്ടിൽ ഉണക്കുന്ന പുളിയായ കാരണം കൊണ്ട് കുഴപ്പമില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു പച്ചമണമൊക്കെ മാറണം കേട്ടോ. അതിൽ നമ്മളിത് നമ്മുടെ കുടുത, വെള്ളക്കുടുത എന്ന് പറയും ഇവിടെ, വെള്ളക്കുടുത നമ്മൾ നന്നാക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ അത് നല്ല കഷ്ണങ്ങളായിട്ട് കിട്ടിയപ്പോൾ അതും കൂടെ ഇട്ടു. ബാക്കി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീനാണ് കേട്ടോ കുടുത. കുടുത വറുത്തത് ഇങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് വറുത്ത് വെച്ചതാണ് ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു കലാപരിപാടി ഉണ്ടല്ലോ നമ്മുടെ കറിവേപ്പിലിടുന്നത്, അതോടുകൂടി സംഭവം സെറ്റായി. ഞാൻ ശ്രീകുട്ടൻ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുക. എന്ത് മീനാ? കുടുത. അച്ഛൻ്റെ ഫേവറേറ്റ് മീനാണ്. അപ്പോഴേ കുറച്ചധികം തന്നെ മീനുണ്ട്. അപ്പൊ നമുക്ക് അച്ചാർ ഇട്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അച്ചാറിട്ടാലും നല്ല ടേസ്റ്റാണ്. നമ്മള് മണി 2.0 ഭക്ഷണം കൊടുക്കാൻ പോവാ. അങ്ങനെ വിളിക്കാൻ ശ്രീകുട്ടായിനെ. അപ്പൊ ഏട്ടായി ഇപ്പൊ വിളിച്ചു നോക്കണു. ഏട്ടായില്ല ചേച്ചി വിളിച്ചു നോക്കണു. അവിടെ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ ഇൻസുലിനൊക്കെ കുത്തുന്നുണ്ടേ. അപ്പോൾ ഇൻസുലിൻ കുറച്ച് ഭയങ്കര ഷുഗർ ഭയങ്കര ഡൗൺ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മനെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള, അമ്മ നമ്മുടെ വീട്ടിലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അമ്മ മക്കളുടെ അടുത്തൊക്കെ സുഖം കേട്ടാണ്. ചേച്ചിമാരൊക്കെ നന്നായി നോക്കും. പക്ഷെ ചേച്ചിമാരെന്ന് വെച്ചാൽ കൂടുതൽ നമ്മ നിൽക്കുക സിജി ചേച്ചിയുടെ അടുത്താ. സിജി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കുറ്റൂശ്ശേരി വീഡിയോയിൽ. ചേച്ചിയുടെ അടുത്താണ് കൂടുതലും അമ്മ നിൽക്കുക. അപ്പോൾ ചേച്ചിക്ക് അവിടെ കുഞ്ഞു ആവിയുണ്ടേ, മോളുടെ കുട്ടി പ്രസവിച്ചിട്ട്. അപ്പോൾ എന്നാലും അമ്മ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നിൽക്കണതൊക്കെ. പക്ഷെ ചേച്ചിയുടെ അടുത്ത് നിൽക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ ആടെ വീട്ടിൽ നിൽക്കാനല്ല. ഉള്ളിക്കൊല്ലോ വേറെ എവിടെയെങ്കിലും പോയി 6 മാസമൊക്കെ അതൊക്കെ ചിന്തിക്കാൻ കൂടി വൈകുന്നേ. അപ്പൊ ഞാൻ എന്തിന് ജനിച്ചു വളർന്ന വീട്ടിൽ പോയിട്ടെങ്കിൽ വരെ ഇന്ന് പോയിട്ട് വൈകുന്നേരം അത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തും. അവിടെ കംഫർട്ട് ലെവൽ. അപ്പൊ അമ്മ കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അവിടെ താമസിച്ച സമയത്തൊക്കെ. പിന്നെ ചേച്ചിയാണ് കുറച്ചും കൂടി ആൾക്ക് കംഫർട്ടബിൾ. ഇപ്പൊ ചേച്ചി എന്ന് പറയുമ്പോ ചേച്ചി 17-18 വയസ്സ് തൊട്ട് അമ്മയുടെ കൂടെ ഉള്ളതല്ലേ. ഇപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സായില്ലേ? 37 വയസ്സായി. 10-20 കൊല്ലമായിട്ട് ചേച്ചി അമ്മയുടെ കൂടെ തന്നെയാണ്. ഇത്തിരി നേരം പോലും എന്റെ പോലെ തന്നെ വീട്ടിലേക്ക് ഒല്ലൂരിന്ന് നമ്മുടെ മണ്ണമ്പട്ടേക്ക് വരിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചേച്ചിയോടൊരു കൂടുതലൊരു മമതയുണ്ട്. അച്ഛൻ പോയപ്പോഴും ചേച്ചിയല്ലേ കൂടുതല് കുഞ്ഞനും ഏട്ടൻ്റെ ഒക്കെ ഒപ്പമാണ് അമ്മ നിൽക്കണത്. അപ്പൊ അവരെയൊക്കെ കാണാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ചെറിയ ഷുഗർ കുറെ നാളായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. കുറെ 10-20 വർഷമായിട്ട് അമ്മ ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെതായ ഷുഗർ വേരിയേഷൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുക, സോഡിയം കാൽസ്യം ഒക്കെ വേരിയേഷൻ വരിക, ഓർമ്മയ്ക്ക് പ്രശ്നം വരിക. പിന്നെ നമ്മൾ വയസ്സാവുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ലൂസ് ആവും. അപ്പോൾ മോഷൻ പാസ് ചെയ്യും, യൂറിൻ പാസ് ചെയ്യും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നാണ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് നമ്മുടെ ഒരു ഇന്റൻഷൻ. അത് കാരണം തന്നെ ശതപടയുന്ന പണികൾ കഴിയുണ്ടായിരുന്നു കേട്ടോ. 6 മാസം കൊണ്ടൊക്കെ ആ വീട് അത്യാവശ്യം നമ്മൾ സൗകര്യത്തോട് കൂടിയിട്ടല്ല വീട് കൊണ്ടിട്ടില്ല. വീട് അങ്ങനെയൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ദിവസം പോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ പണി മുടക്കിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഫൈനലി ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അടുത്തന്നെ പിന്നത്തെ ഞായറാഴ്ചയൊക്കെ ആയിട്ട്, അതായത് 10-15 ദിവസം കഴിയുമ്പോഴേക്ക് പണികളൊക്കെ കഴിയും. അപ്പൊ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് മേടിക്കണം. പഴയതുള്ളതൊക്കെ നമ്മള് കസിൻസിനും അതുപോലെ തൊട്ടപ്പെട്ട ഇളവയുടെ വീട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടത്തൊക്കെ കേടായി അവിടെ നമ്മളിത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ. OLX ഇടാതില്ല സംഭവം. കുറെ കൊല്ലം 10-15 കൊല്ലങ്ങള് 20 കൊല്ലമായിട്ടുള്ളതാന്ന് തോന്നുന്നു ചേച്ചിയുടെ ഫ്രിഡ്ജ്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ സെമി പറഞ്ഞ ചേട്ടൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. അമ്മയ്ക്ക് തീരെ വയ്യ, അച്ഛനും തീരെ വയ്യാണ്ടായപ്പോൾ അതുവരെ ചേച്ചി കല്ലുമ്പഴ അലക്കാണെന്ന് ഈ ഇടയ്ക്കാണ് മേടിച്ചത്.
അപ്പൊ അതൊക്കെ പഴയതല്ലേ, ഇപ്പൊ പുതിയ വീട്ടിൽ പുതിയതായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരോ വന്നു. നമ്മള് ഇന്ന് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഒന്ന് നോക്കാൻ പോണം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിന്റെ പിന്നിൽ ഒരു കഥ ഇട്ടാലും നമുക്ക് പറഞ്ഞുതരാട്ടാ. ഹലോ, അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. വാതിലൊക്കെ അടച്ച് തക്കോസാക്കി ചേട്ടന്മാർക്ക് ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോവാണ്. ആക്ച്വലി ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് ഞാൻ സാറ്റർഡേയിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് വണ്ടിയുമ്പോൾ ഇവിടെ നിന്ന് പുലിക്കണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വരെ പോവാം. അവിടെ നിന്ന് ബസ്സിൽ നമുക്ക് തലൂർക്ക് പോവാം. തലൂർ ഭാഗ്യനും ചേച്ചി ചേട്ടായൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ശ്രീകുട്ടൻ വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ്റെ മമ്മേരെ എടുത്താക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചേച്ചി നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളങ്ങനെ ചേച്ചിനെയും ഏട്ടായും ഇട്ട ഫ്രണ്ടിൽ പിക്ക് ചെയ്തു. കടയിലെ പണികൾ നടക്കുകയാണ്. കടയിലത്തെ പണികൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് കട. അങ്ങനെ നമ്മൾ കാളത്തോടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാളത്തോട് ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടാ. നടക്കുന്നുണ്ട്, കബോർഡ് വർക്ക് നടക്കുന്നുണ്ട്. ടൈല് പണി ഒരു കുറച്ചും കൂടി ഫിനിഷിങ് ആക്കാണ്ട്. ഡോറ് വെച്ചിട്ടാ, ഡോറുകാർ നാളെ വരും. അത് വെച്ച് കഴിഞ്ഞിട്ട് ആ ടൈലിൻ്റെ അവിടെ ആ മുഖത്തെ ആശങ്ക കണ്ടാ തോന്നും എന്താണ്ട് എവിടെയോ വലിയൊരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഇതാ ഇരിക്കുന്ന ഫ്രിഡ്ജും പിന്നെ ഒരു വാഷിംഗ് മെഷീനും മേടിക്കാനുള്ള ആലോചനയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്തുന്നത്. അവസാനം നമ്മൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. നമ്മൾ കാലത്തോടുള്ള വേണൂസിലാണ് പോയത്. മഞ്ഞ ഫ്രിഡ്ജ് മേടിക്കണം. അടച്ചു നോക്കട്ടെ, മഞ്ഞ കളറുണ്ട്. കസ്റ്റമൈസ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാൻ പറ്റില്ലേ? മഞ്ഞ മാത്രമേ വരുന്നുള്ളൂ. ഈ കളറുകളൊക്കെ വരുന്നുണ്ടല്ലേ? ഇന്റീരിയലിനനുസരിച്ച് 900 നല്ലതാ നല്ലതാ. ഫ്രിഡ്ജിനെ പറ്റിയുള്ള എല്ലാ വിശദീകരണങ്ങളും ശ്രീകുട്ടൻ ചേച്ചിയമ്മയ്ക്ക് കൊടുക്കണ്ടായിരുന്നു. ചേച്ചിയമ്മയും മോനും കൂടിയിട്ടാണ് ഏറ്റവും വലിയ ഫ്രിഡ്ജ്, അതായത് ചെറിയ ഫ്രിഡ്ജ് ഉള്ളിലെ ഏറ്റവും അധികം സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തുറന്നു നോക്കി വിശകലനം ചെയ്ത് മേടിക്കാനുള്ള തയ്യാറെടുപ്പോടു കൂടി പോയത് കേട്ടോ. അങ്ങനെ ശ്രീകുട്ടൻ ഈ ഒരു ഫ്രിഡ്ജ് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു ഫ്രിഡ്ജാണ്. ഇത് നമ്മൾ ബോഷിൻ്റെ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ ഫിനിഷിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഓണത്തിൻ്റെ ഓഫറൊക്കെ കഴിച്ച് നമ്മളൊരു വാഷിംഗ് മെഷീനും കൂടി എടുക്കാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് ചേച്ചിക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിലത്തെ ഒരുപാട് കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ജെനി ആൻറ്റി ബാംഗ്ലൂരിൽ നിന്ന് ആൻറ്റിയാണ് കേട്ടോ ഇത് ചേച്ചിക്കും ഏട്ടായിക്കും ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിനെ ഏട്ടാനെയും ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റിക്ക്. അതിലുപരി നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ജെനി ആൻറ്റി. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ആൻറ്റീനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ശ്രീകുട്ടന് ബാഗുകൾ അയക്കുമ്പോഴും അവന് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഈ വ്യക്തി ആരാന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് തവണ ആൻറ്റീനെ നേരിൽ കണ്ടിട്ടില്ല, ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ കുറ്റൂശിക്ക് ആൻറ്റി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 6 കിലോൻ്റെ വേൾപൂളിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഫാനാണ് എടുക്കാനുള്ളത്. അത് നമുക്ക് രാജലക്ഷ്മി ആൻറ്റിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആദ്യത്തെ സമ്മാനം ഇവരുടെ ആവണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പോവാം നമുക്കിനി. ആൻറ്റീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു വട്ടം ആൻറ്റീനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആൻറ്റി നമ്മുടെ വീട്ടിൽ വന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻറ്റി ഇപ്പോൾ ഗൾഫിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാഗ്യൻ യോധയിലേക്ക് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഞാൻ സെലക്ട് ചെയ്യാന്നുള്ള രീതിയിൽ കേട്ടോ. കാരണം ആളാണ് ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഫാനും സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. വാഷിംഗ് മെഷീൻ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫാൻ നമുക്ക് റിമോട്ട് കൺട്രോളുള്ള ഫാൻ BLDC ഫാനാണ് അത്രേ ഇപ്പോൾ കുറച്ചും കൂടി കറണ്ട് കൺസ്യൂമിങ് കുറയുന്നത്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയ കാരണം കൊണ്ട് ഇത്തിരി നല്ലത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആ ഒരു സൈഡിലേക്ക് പോയില്ലേ. കാരണം ഏട്ടനാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ.
എന്ത് കിട്ടിയാലും അതിന്റെ വില നോക്കുന്ന ഒരാളാണ് ശ്രീകുട്ടേട്ടാ. എന്നിട്ട് പറയാം, എൻ്റെ അമ്മ ഇതിന് ഇത്ര വിലയായി അമ്മ എന്ന് പറയും. അത് ഞാൻ അവനോട് ചോദിക്കായിരുന്നു, അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് കുറവാണ്. ചായയും പേരും ഞാൻ മേടിക്കും. ആയും പേരും പണ്ട് ഞാനേ നമ്മൾ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആയിരുന്ന സമയത്ത്, നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഭാഗ്യം നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് ഭാഗ്യം പറയും, അതെടുത്ത മോനെന്ന് പറയും. അല്ലെങ്കിൽ ആളത് ബില്ല് ചെയ്യാനായിട്ട് കൗണ്ടറിൻ്റെ അവിടേക്ക് കൊണ്ടുവരും, ഞാൻ ഭംഗിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ. അന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഭാഗ്യന് എന്തെങ്കിലും ഒരു സാധനം നല്ല ഭംഗിയുണ്ടല്ലോ മോനെ, പക്ഷെ ഭയങ്കര വിലയാ എന്ന് പറയുമ്പോൾ അത് മേടിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഞാൻ ഭാഗ്യം പറഞ്ഞൊരു ബോട്ടിൽ ഭാഗ്യന് മേടിച്ചു കൊടുത്തു. അതിൻ്റെ സന്തോഷം ലാസ്റ്റ് കാണാൻ പറ്റും ആളുടെ മുഖത്ത്. അവിടെ ഇവിടെ കുക്കറിന്റെ സെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വശത്തേക്ക് പോവാണ്ടിരിക്കുമെന്ന് ചേച്ചി കുക്കറുകൾ, നല്ല ഭംഗിയുള്ള കുക്കറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, സ്റ്റീലിന്റെ കുക്കറുകൾ കേട്ടോ. അവിടെ കുഞ്ഞിത് മതിയല്ലോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൽ അഴുക്ക് പിടിക്കുന്ന സാധനങ്ങളൊക്കെ ആൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് പതിവ് കേട്ടോ. നല്ലതായിരിക്കും കേട്ടോ, നല്ല ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ ആളെന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഷൂട്ട് ചെയ്യേണ്ടതല്ലേ, ഇതിങ്ങനെ വൃത്തിയില്ലാത്തതൊക്കെ കാണിച്ചാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആളത് എടുത്തുകൊണ്ട് പോകും എൻ്റെ വേറെ വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കേരള ഗിഫ്റ്റ് ഹൗസില്ലേ അവിടെ കൊണ്ടു കൊടുത്തു. പിന്നെ പുതിയത് 1-2 മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കുക്കറൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ, കുക്കറൊക്കെ മേടിക്കണം. നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാമല്ലോ. പിന്നെ 1-2 കുക്കർ ചേച്ചിയുടെ കയ്യിൽ വലിയ കുക്കറും ചെറിയ കുക്കറും ഉണ്ടെന്ന് പറഞ്ഞു. മീഡിയം സൈസിലുള്ള കുക്കറൊക്കെയാണ് മേടിക്കേണ്ടത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രമോഷൻ വരുമ്പോഴേ നല്ല പുതിയ പാത്രങ്ങൾ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ചേച്ചിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ കുക്കറൊന്നും മേടിപ്പിച്ചില്ല ചേച്ചീനെ കൊണ്ട്. നമുക്ക് ഓണത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ പാത്രങ്ങളുടെയും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു പ്രമോഷന് കിട്ടിയ നമ്മുടെ ഒരു അടുപ്പ്, അതൊക്കെ ചേച്ചി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ ഒരു ചാനലും അതുപോലെ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടുള്ള കാരണം കൊണ്ടാണ് ചേച്ചിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണതെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അത് എപ്പോഴും പറഞ്ഞൊരു ആവർത്തന വിരസതയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് നന്ദി പറച്ചിൽ ഞാൻ ഒഴിവാക്കുന്നത്. ആ ഒരു കുഞ്ഞ് നന്ദിയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എനിക്ക് എൻ്റെ ഫാമിലിയോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ട്, പിന്നെ അവിടെ അടുപ്പിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു, കുഞ്ഞു ഒരുപാട് അങ്ങനെ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, വെറൈറ്റികളൊന്നുമില്ല. എന്നാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. കണ്ട ഇതുപോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്നാലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതേ കണ്ട ഈ ഒരു ഫ്രിഡ്ജും പിന്നെ ഒരു വാഷിംഗ് മെഷീനും, അത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് അല്ല കേട്ടോ, ഡബിൾ ഡോർ അല്ല ഇത്. ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ കിച്ചണിൽ ഡബിൾ ഡോർ വേണമെന്ന്. അപ്പം ഞാൻ അത് തപ്പുന്ന തിരക്കില്ല. എൻ്റെ ഫ്രിഡ്ജ് ചേച്ചി എടുത്തിട്ട് ഇത് മേടിക്കാം. നിങ്ങൾ പറയും, ഇത്ര പാടുപെട്ട് നമ്മളൊരു വീട് പണിതിട്ട് അതിലേക്ക് ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ പുതിയത് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാം ചെയ്തിട്ട് ഒരു മോശക്കുറവല്ല, ഒരു മോശം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കാരണം കൊണ്ടാണ് ചേച്ചിക്ക് ഞാൻ ഈ വലിയ ഡോർ ഫ്രിഡ്ജ് മേടിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. എന്നെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ ഡബിൾ ഡോർ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഹയറിൻ്റെ ആ ഒരു ഫ്രിഡ്ജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണേ. ായോ ചേച്ചിമാരെ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഇഷ്ടമായോ ചേച്ചൂട്ടന്? ഒരു ഭസ്മം ഭാഗ്യന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ പൂരപ്പറമ്പിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ബലൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കറങ്ങണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുന്ന വരാതുമ്പോ ഇങ്ങനെ നമ്മള് അല്ല എന്നിട്ട് മേടിച്ച് ഭാഗ്യന് എന്നിട്ട് കിട്ടിയാ പൊന്നൂന്ന് എന്നിട്ട് ഇതിന് പിറ്റേ ദിവസം ഞാൻ 5 കൊല്ലം കൊണ്ടുവന്ന് നടന്ന ഒരു ഫ്ലാസ്ക്. എനിക്ക് തോന്നുന്ന അമ്മ, ഞാൻ പൂനെത്തെ കഥ വീണ്ടും പൂനെ പോയപ്പോഴാണ് അമ്മ എനിക്ക് ആ ഫ്ലാസ്ക് തന്നു വിട്ടെ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അന്ന് ഭാഗ്യം അങ്ങനെ ആ ഫ്ലാസ്ക് ഞാൻ ഉടുമ്പൽ പോയിട്ട് ആൾക്ക് ചായ കൊടുത്തു വിട്ടു. ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഫ്ലാസ്ക് ഉണ്ട് നമ്മുടെ സബോള ചാക്കിന്റെ മുകളിൽ അതിന്റെ മൂടി മറന്നു വെച്ചിട്ട് പോന്ന. പിന്നെ ഫ്ലാസ്ക് വെള്ളത്തിനും കൊള്ളൂ. അങ്ങനെ അത് കളഞ്ഞു. ചേട്ടാ അഭിനയിക്കേട്ടാ. ഹായ് പറഞ്ഞവരുടെ അടുത്ത് സുഖാണോ? കിട്ടിയാ
വേണൂസിന്റെ തൊട്ടപ്പുറത്താണ് കേട്ടാ നമ്മുടെ മീമി മാമും ചായവാല ഉള്ളത്. അപ്പൊ ഇവിടെ കയറിയതാ. ചിത്തു ഇവിടെ വേണം, അവിടെ വിളിച്ചില്ല. ചിത്തുണ്ട്, ഇവിടെ മണിയുണ്ട്. മണി ഹായ് പറഞ്ഞേടാ. മണി മണി എന്തുവാ മണീനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചില്ലേ? മണീന്ന് ഞങ്ങളുടെ ഗുണ്ടുമണി മണി അവിടെ ഏത് നിൽക്കണു. പിന്നെ ഏട്ടായി എല്ലാവരും. അമ്മായി ഉണ്ട്, അമ്മായി കാലത്ത് വന്നതാ. അമ്മായി കാലത്ത് വന്നതാണ്. മാമ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. മാമ ഞാൻ പോണം നേരത്തെ കാണിച്ചത്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ. വേണു ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുക. ചിക്കൻ കാണിച്ചു തരുമോ എങ്ങനെ ഉണ്ടാക്കണേന്ന്? ഇതാർക്ക് ശ്രീകുട്ടനാണോ ഉണ്ടാക്കണേ? ശ്രീകുട്ടനാണ് ബദ്രി ഉണ്ടാക്കി തരുന്നത്. ഇവിടെ ചിക്കൻ്റെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. കുട്ടി എല്ലാം പഠിച്ചു. ഇവിടെ എന്തെന്ന് വന്ന് 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 പഠിച്ചു. ആക്ക് ബദ്രിയുടെ സ്പെഷ്യൽ നേരത്തെ നമ്മൾ കണ്ട വിഭവം ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇതെന്റെ കുട്ടി ഉണ്ടാക്കിയ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇതാ. സൂപ്പർ ടേസ്റ്റ് ആട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാറ്റി വെച്ചതാ കുറച്ച് ഈ കൈപ്പിരിയുടെ കറിയും കൂന്തൽ കഴിഞ്ഞു. ഇത് നമുക്കിവിടെ ഉച്ചയ്ക്ക് ഊണുണ്ടേ. അപ്പൊ ഊണിന്റെ സമയത്ത് ഓരോ ദിവസം പറയില്ല. ചില ദിവസം ചെമ്മീൻ ചമ്മന്തി, എല്ലാ ദിവസവും തലക്കറി, ഓരോ ദിവസം ഓരോരോ കറികളാണ്. പിന്നെ കൂന്തലിന്റെ ഗ്രേവി മാത്രമുള്ള കേസ് എല്ലാതും കഴിഞ്ഞു. എന്റെ വയറും പറഞ്ഞു. ഞങ്ങൾ ആ സമയത്താണ് അതിന് വന്നേക്കണത്. ഞങ്ങള് പോവാട്ടടാ. പോട്ടെ, ഞങ്ങള് പോവാണ്. സാധാരണ അമ്മയ്ക്ക് കൊടുക്കണമെന്നാണ്. ചായയോട് കൂടി ചായ നല്ല ഇതിന്റെ ഉള്ളിൽ കണ്ടാ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ട്. ആ വഴി പോകണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാളത്തോടുള്ള നമ്മുടെ ഈ ചായവാലയിൽ കയറിയിട്ട് അവിടുത്തെ ഡിഷസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ഓർമ്മയ്ക്ക് അത് ഇവിടെ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ശ്രീകുട്ടനെ ശ്രീകൃഷ്ണനാക്കിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ താക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ശ്രീകുട്ടനെ അമ്പലത്തിൽ നിന്ന് ഓർണമെന്റ്സും കോസ്റ്റ്യൂംസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും പകാവില്ല. കുട്ടി ഒരുപാട് വലുതായിരിക്കുന്നു. അപ്പോൾ പാൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ പോലെ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് എടുത്തിട്ടുണ്ടായ ഒരു സെർവാണി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആൾക്ക്. എൻ്റെ മുടി വന്ന് വെള്ളം വീണു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇട്ട് നമുക്കൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മണി കഴിഞ്ഞാ പിള്ളേർക്ക് ഭാവിയിലേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ആവണില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ വലുതാവുമ്പോൾ ഒരു ഓർമ്മയല്ലേ. ഞാൻ ചെറുപ്പത്തിൽ രാധയൊന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് രാധയായ കാര്യം ഞാൻ ആയിട്ടേ ഇല്ല. ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്താണോ നമ്മുടെ അവിടെ ശ്രീകൃഷ്ണ ജയന്തി ഒന്നും വലിയ വിപുലമായിട്ട് ആഘോഷിക്കാറില്ലാത്ത കാരണം കൊണ്ടായിരിക്കാം എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ അണിഞ്ഞൊരുക്കാനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു രാധയുടെ ലുക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ നമ്മുടെ എന്താ പറയാ സാമൂഹികമായിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ ചൂഷണമുണ്ടല്ലോ കളറിനെ സംബന്ധിക്കുന്ന, അതിന്റെ അടിമത്തത്തിലായതുകൊണ്ട് എന്നെ ആരും അങ്ങനെ രാധയായിട്ട് കൺസിഡർ ചെയ്യില്ലായിരുന്നു. വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ജനറേഷൻ വരില്ലേ, അവനെ സെറ്റാക്കി എടുക്കാം. വാ ശ്രീകുട്ടാ. എത്രയോ ഭേദാണ് പിള്ളേരെ ഏതെങ്കിലും പിടിച്ചു ഒരുക്കണത്. അവിടെ കെട്ടാൻ പറ്റുള്ളൂ. ഇവിടെ കെട്ടണത് കണ്ട അങ്ങനെ ഒരുപാട് നേരത്തെ എന്റെ ദൈവമേ ഒരുപാട് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം തന്നെ നടന്നു. ഏറ്റവും ലാസ്റ്റ് ഈ ഒരു കോലത്തിലാക്കി എടുക്കാൻ വേണ്ടിട്ട് ശ്രീകുട്ടൻ പഴയ ശ്രീകുട്ടൻ നല്ല ഡ്രൈവറെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായിരിക്കണു. ഞാൻ ഒരു സെറ്റ് മുണ്ട് കൊടുത്ത് ഞാൻ നിങ്ങളോട് സെറ്റ് മുണ്ട് കൊടുത്ത് റീലൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല. പൂവാവിടെ ഏകദേശം വരാറായി എന്നാ പറഞ്ഞു. പോവാട്ടാ.
നമ്മളിതാ പോവാണ് കേട്ടോ, അമ്പലത്തിൽ പോകണം. ഇവിടുന്ന് കുറച്ചുള്ളൂ, നമ്മുടെ വീട്ടിന്റെ അവിടത്തേക്കുള്ള അമ്പലത്തേക്ക് കുറച്ചുള്ളൂ. അപ്പൊ അങ്ങോട്ട് ശോഭയാത്രക്ക് നമ്മൾ പോയില്ല, അവിടെ എത്താ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരെ നടക്കണ്ടേ. അപ്പൊ നമ്മള് പകുതി വഴിയില് ശോഭയാത്രയുടെ കൂടെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ഡ്രസ് ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൊടുത്താലും അതേപോലെ തന്നെ അത് മതി. അതിന് പ്രത്യേകിച്ച് ഓപ്ഷനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേര് വലുതാവുമ്പോ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറുമല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ നമ്മള് ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ കോസ്റ്റ്യൂംസ് ഒന്നും ആൾക്ക് ചേരുന്നില്ല, അതൊക്കെ ചെറുതാ, ആള് വലുതായിരിക്കണു. അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തപ്പോ ആൾക്കത് പറ്റണില്ല. അവിടെ പോരെ, ഇവിടെ പോരെ, ഇവിടെ ചുവപ്പ് പോരെ, ഇവിടെ കറുപ്പ് പോരെ. ഏറ്റവും ലാസ്റ്റ് നല്ല അണിഞ്ഞൊരുങ്ങി ഒരു കൃഷ്ണനാക്കി കൊടുത്തു ഞാൻ. കൃഷ്ണൻ കൃഷ്ണൻ സൂപ്പറായിട്ടുണ്ട്, കേടില്ല. അങ്ങനെ ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭയാത്ര അതിശോഭമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തിപ്പിക്കാതെ പകുതി വഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ അവരിടയിൽ കയറി നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൃഷ്ണന്മാരായാലുണ്ട് കേട്ടോ. ഈ കൃഷ്ണന്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് തുള്ളാനൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടക്കി പോവാണ്. ഇനി 3 കസാര 4 മത്സരാർത്ഥികൾ. പിന്നിലിക്കിരുന്ന സമ്മതിക്കില്ല കേട്ടാ, അത് പിന്നിലിക്കിരുന്നേ. നീ പിന്നിലിക്കരുന്നേ. മത്സരം കടുപ്പിച്ചു നമ്മള്. പിന്നിലിക്കിരുന്നതിന് സമ്മതിക്കില്ല, പിന്നിലിക്കിരുന്നാൻ സമ്മതിക്കില്ല. ഫ്രണ്ടിലേക്ക് വന്ന് തന്നെ ഇരിക്കണം. ഇനി 1 കസാരയും 2 മത്സരാർത്ഥികളായിട്ട് കുറഞ്ഞു കേട്ടാ. ഓടിക്കോ, ലാസ്റ്റ് റൗണ്ട്. ദേവാനന്ദ ഔട്ടായിട്ടാ, പിന്നിലിക്കരുത്. ജയിച്ചതാരാ? ഓക്കെ, ഞാൻ അമ്മയും മോള് തമ്മിൽ മത്സരിക്കേണ്ടവരെന്ന് വിചാരിച്ചേ, പക്ഷെ നടന്നില്ല. അപ്പോ ഒന്ന് കൈയടിക്കട്ടെ എല്ലാവരും. അങ്ങനെ നമ്മുടെ കസാരകളിയിൽ കൃഷ്ണൻ ജയിച്ചിരിക്കുകയാണ് മക്കളെ, കൃഷ്ണൻ ജയിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ നമ്മുടെ ആർച്ചയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു എനർജറ്റിക് പേഴ്സൺ ഇല്ലേ, ആളാണ് അദ്ദേഹം. ഒന്ന് കൈയടിച്ചോ. ഏറ്റവും നല്ല കൃഷ്ണവേഷം നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല കൃഷ്ണവേഷം. അങ്ങനെ നമുക്ക് അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുറ്റുവിളക്കൊക്കെ കത്തിച്ചു. നമ്മുടെ കമന്റ് ബോക്സിൽ എപ്പോഴും കാണാറുള്ള ഒരു കമന്റാണ്, ശ്രീ അമ്പലത്തിലുള്ള ഈ വിളക്കൊന്ന് കാണിച്ചു തരുമെന്ന്. ഇതാണ് നമ്മുടെ അമ്പലത്തിലുള്ള വിളക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചേച്ചിക്ക് ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അമ്പലത്തിൽ കുഞ്ഞൊരു പൂജയുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ കുറച്ച് ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരും എല്ലാവരുമാണ് അമ്പലത്തിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി അവിടെ നന്നായിട്ട് എന്താ പറയുക, കുറച്ച് നേരം പ്രാർത്ഥിച്ച് അമ്മോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിന്ന് വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ടൊരു വിശേഷമുണ്ട്. ഈ ഒരു ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മണ്ണമ്പെട്ട് എത്തിയിട്ടുണ്ടെന്ന്. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞ ടൂറ്? സൂപ്പർ. ഒന്നുമില്ല, വാങ്ങാൻ കൊണ്ടായ കാശൊക്കെ തിരിച്ചു കൊണ്ടുവന്ന സങ്കടത്തിൽ ക്ഷീണിച്ചൂലോ. ആ കുഞ്ഞൻ്റെ ബ്യൂട്ടി ബോണൊക്കെ കണ്ടു തുടങ്ങി. പഠനത്തിൻ്റെ ഇടം കൊണ്ടും 2 ദിവസത്തെ ഊട്ടി കൊടൈക്കനാൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമായിട്ടാണ് തോന്നുന്നു കേട്ടോ. ചേച്ചിക്ക് ബോളൊക്കെ കൊണ്ടാണ് അനിയൻകുട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മേരെയും 38ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 38 കൊല്ലം. എൻ്റെ ദൈവം, ഏതേ പരാതിപ്പെട്ടി ശ്രീകുട്ടൻ വണ്ടിയിലിരുന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടിച്ച കാര്യമൊക്കെ പറയാറുണ്ട്. പൊതുവേ നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ പേരക്കിടങ്ങൊക്കെ ഉണ്ടാകുന്ന ആ കുഞ്ഞേ ഒരു ഉണ്ടല്ലോ, അത് അവനും ഉണ്ട് കേട്ടോ, അവിടെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മണ്ണമ്പേട്ടയിലോട്ട്. ഞാൻ കേക്കൊന്നും മേടിച്ചില്ല കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛൻ. ഞാൻ കേക്ക് മേടിച്ചില്ല. കേക്ക് മേടിക്കാണ്ട, കേക്ക് ആർക്കും താല്പര്യമില്ലല്ലോ, മധുരല്ലേ. പിന്നെ കേക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ കൊല്ലം വെഡിങ് ആനിവേഴ്സറി. ഓർമ്മയില്ലായിരുന്നില്ല ചേട്ടാ അച്ഛനമ്മയ്ക്കും.
അച്ഛന് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അൽഫാം അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ട് അൽഫാം ഭാഗ്യം കഴിക്കുന്നു. കുഞ്ഞൻ കഴിച്ച് മതിയായി എന്ന് പറഞ്ഞ കുഞ്ഞൻ. ഇവിടെ ഒരു കൃഷ്ണൻ കണ്ണെഴുതിയ കൃഷ്ണൻ നമ്മുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ചേച്ചിയും ഏട്ടായൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോയിൽ അമ്മയ്ക്ക് വേണ്ടിയിരിക്കുകയാണ്. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ചേച്ചിയാണ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ നല്ലൊരു വ്ളോഗായിരുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ശ്രീജ.